എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എല്ലാവർക്കും ശബ്ദം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മെ ആരും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഡിവൈസുകൾ മ്യൂട്ടായിട്ട് വെക്കണം, എന്നാലേ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. കർത്താവ് നമ്മെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്നതുപോലെ കവനൻ്റ് അല്ലെങ്കിൽ ഉടമ്പടികളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. അതിൻ്റെ തുടർമാനമായിട്ടുള്ളൊരു ഭാഗം വീണ്ടും ദൈവസേനയിൽ ഈ പകൽക്കാലം ചിന്തിക്കാനായിട്ട് പഠിക്കുവാനായിട്ട് നമ്മൾ ദൈവസേനയിൽ താല്പര്യപ്പെടുകയാണ്. അതിനായിട്ട് നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 23:32 വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 32. അതിൽ പ്രധാനപ്പെട്ട ഭാഗം മാത്രം ഞാൻ വായിക്കുന്നു. അവരോടും അവരുടെ ദേവന്മാരോടും നീ ഉടമ്പടി ചെയ്യരുത്. അവരോടും അവരുടെ ദേവന്മാരോടും നീ ഉടമ്പടി ചെയ്യരുത്. നമുക്കിതിൻ്റെ പശ്ചാത്തലം അറിയാം. ഇസ്രായേൽ മക്കളും ഇസ്രയേലിൽ അടിമകളായിരുന്നു. എന്നാൽ ദൈവം മോശയിലൂടെ അവരെ വിടുവിക്കാനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതികളെ ചെയ്തുകൊണ്ടിരുന്നു. സ്തോത്രം. അവർ പോയിക്കൊണ്ടിരുന്ന നമുക്കറിയാം കനാൻ ദേശത്തേക്കുള്ള ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് മോശ എന്ന നേതാവിലൂടെ ദൈവം അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ആ യാത്രക്കിടയ്ക്ക് സംഭവിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു നിഴലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യാത്രയാണ് ശരിക്കും ഇസ്രായേൽ മക്കളുടെ ആ ഒരു പ്രയാണത്തിൽ, ആ ഒരു പുറപ്പാടിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. ആ എക്സോഡസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്തോത്രം. അവർ താമസിച്ചിരുന്ന ആ ദേശത്ത് ഒരുപാട് മറ്റ് ജനങ്ങൾ അവിടെ താമസിച്ചിരുന്നു. ഇസ്രായേൽ മക്കൾ താമസിച്ച ദേശത്ത് നമുക്ക് വേൾ പഠിക്കുമ്പോൾ അവിടെ കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ, ഇങ്ങനെ പല ജനതകൾ അവർ തിങ്ങി നിറഞ്ഞ് താമസിച്ചിരുന്ന സ്ഥലത്താണ് ഇസ്രായേൽ മക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആളുകൾക്ക് അവരുടേതായ ദേവന്മാരും അല്ലെങ്കിൽ അവരുടേതായ അവർ പേരിട്ട് വിളിക്കുന്ന ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ഇസ്രായേൽ മക്കളോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നമ്മൾ വായിച്ച വാക്യത്തിൽ ദൈവം പറയുന്നൊരു കാര്യമാണ്, അവരോടും അവരുടെ ദേവന്മാരോടും എന്ത് ചെയ്യരുത്? ഉടമ്പടി ചെയ്യരുത്, കവനൻ്റ് ഉണ്ടാക്കരുത്. അവരോടും, പ്രസക്തമായിട്ട് പറയും, അവരോടും അവരുടെ ദേവന്മാരോടും. സ്തോത്രം. അപ്പോൾ ദൈവം എന്തുകൊണ്ട് അവരോടും അവരുടെ ദേവന്മാരോടും കർത്താവ് ഉദ്ദേശിക്കുന്നത്? സ്തോത്രം. ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം കർത്താവ് അവിടെ പറയുന്നത് അവരോട് എന്ത് ചെയ്യരുത്? സഖ്യത ഉണ്ടാക്കരുത്. അവരോട് നിങ്ങൾ ഉടമ്പടി ഉണ്ടാക്കരുത്. സ്തോത്രം. അതായത് സ്തോത്രം, അവിടെയുള്ള ജനങ്ങളോടാണ് ഞാൻ ഈ പറഞ്ഞ കുറച്ച് ആളുകളുടെ പേര് പോലെ ബൂസറും ഹിവ്യറും അതുപോലെയുള്ള ചില ആളുകൾ, അവരോട് എന്ത് ചെയ്യാൻ പാടില്ല? ഉടമ്പടി ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ പറയുന്നത് അവരുടെ ദേവന്മാരോട്. കാരണം അവരുടെ ആരാധനയും ഇസ്രായേൽ മക്കളുടെ ആരാധനയും രണ്ടും രണ്ടാണ്. സ്തോത്രം. അവരാരാധിക്കുന്നത് അവരുണ്ടാക്കി വെച്ച വാർത്തു വെച്ച വിഗ്രഹങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിഷ്ഠകളോടും അശേര പ്രതിഷ്ഠകളും കാര്യങ്ങളോടൊക്കെ അവർ ആരാധിക്കുന്നു. അവരുടെ ആരാധനാ രീതിയും അവരുടെ ദൈവവും ദേവന്മാരും വേറെയാണ്. എന്നാൽ ദൈവം ഇസ്രായേലോട് ദൈവം പറയുകയാണ്, നിങ്ങൾ അവരെ ആരെയും ദൈവമായിട്ട് കാണാൻ പാടില്ല. അതൊന്നുമല്ല യഥാർത്ഥ ദൈവം എന്ന് പറയുന്നത്. സ്തോത്രം. പക്ഷേ കർത്താവ് പറയുക, അവരോടുള്ള ആരാധനയ്ക്ക്, അവരുടെ ആത്മീയ ബന്ധത്തിന്, അവരുമായിട്ടൊരു ആത്മീയ ബന്ധത്തിന് നിങ്ങൾ പോകാൻ പാടില്ല. എന്ന് വെച്ചാൽ അവരോട് മിണ്ടരുതെന്നോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു മാനുഷികമായ നിലയിലുള്ള ബന്ധം വേണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷേ സീരിയസ് ആയിട്ടുള്ള ആത്മീയ സഖ്യത്തിനോ ബന്ധങ്ങൾക്കോ നിങ്ങൾ പോവരുത്. കാരണം അവരുടെ ആരാധനയുമായിട്ട് അല്ലെങ്കിൽ അവർ വിളിക്കുന്ന ദൈവവുമായിട്ടുള്ള ആത്മീയ സഖ്യത നമ്മൾക്ക് ശരിയാകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് അവരോടും അവരുടെ ദേവന്മാരോടും നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്തോത്രം, സഖ്യത ഉണ്ടാക്കരുത് അല്ലെങ്കിൽ ഉടമ്പടി ഉണ്ടാക്കരുത്. അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ടൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? സ്തോത്രം. നമുക്കറിയാം ഇവിടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, അവർ നിൻ്റെ ദേശത്ത് പാർക്കരുത്, നീ എന്നോട് പാപം ചെയ്യുവാൻ അവർ നിനക്കിടയാക്കും. നീ അവരുടെ ദേവന്മാരെ സേവിച്ചാൽ, 33-ാമത്തെ വാക്യം പറയുന്നത്, നീ അവരുടെ ദേവന്മാരെ സേവിച്ചാൽ അത് നിനക്കൊരു കെണിയായിത്തീരും. നോക്കിക്കേ, എത്ര ഭയങ്കര വാണിംഗ് കർത്താവ് കൊടുക്കണമെന്നറിയാമോ? നീ അവരുടെ ദേവന്മാരെ സേവിച്ചാൽ അത് നിനക്കൊരു കെണിയായിത്തീരും. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്? അവരുടെ ദേശത്ത് പാർക്കരുത്, നീ എന്നോട് പാപം ചെയ്യുവാൻ അവർ നിനക്കിടയാവും. സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. അവരുടെ കൂടെ നീ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ദേവന്മാരെ നീ സേവിക്കുമ്പോൾ അത് നിനക്കൊരു കെണിയായിത്തീരും. പലപ്പോഴും പിശാച് നമ്മളെ വീഴ്ത്തുന്നത് കെണികളിലാണ്.
സ്തോത്രം. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് പിശാച് നമ്മളെ വീഴ്ത്തുന്നത്. സ്തോത്രം. വളരെ ദേവദാസൻ പറഞ്ഞു കേട്ട്, വളരെ ക്ഷമയുള്ളവനാണ് പിശാച്, ക്ഷമയുള്ളവന്. കാരണം ഒരു ദൈവപൈതലിനെ വീഴ്ത്തണമെന്ന് അവൻ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ക്ഷമയുള്ളവനാണ് പിശാച്. അതിനുവേണ്ടി ഭയങ്കര സ്ട്രാറ്റജീസൊക്കെ അവൻ പ്ലാൻ ചെയ്യും. നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്തിട്ട് ആ വ്യക്തിയുടെ പുറകെ പതുക്കെ 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 ആ വ്യക്തിയെ സമീപിക്കത്തുള്ളൂ. പെട്ടെന്നൊന്ന് ഓടി വന്നിട്ട് ഇടിച്ച് ശരിയാക്കി കീഴ്പ്പെടുത്തുന്നത് അതല്ല പിശാചിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. വളരെ പതുക്കെ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് മൂവാണ് പിശാച് എടുക്കുന്നത്. അപ്പം ഇത് പലപ്പോഴും കെണിയായിട്ടാണ് വരുന്നത്. ഇതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് വരണമെന്ന് വിചാരിച്ചാൽ ഹല്ലേലൂയ അത് ഇച്ചിരി പാടുള്ള കാര്യം. കെണിയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. സ്തോത്രം. കെട്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത് ആത്മീയ കെണിയാണ് ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യം. സത്യത്തിൽ ദൈവം ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. സ്തോത്രം. തൻ്റെ ജനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അവരോട് ഇത് പറയുന്നത്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറയും, കുഞ്ഞുങ്ങളായിരിക്കും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയണത് അവരെ അവരിൽ ഭയം ഉണ്ടാക്കാനല്ല, നമ്മൾ അവർക്ക് സംരക്ഷണം നൽകുക. സ്തോത്രം. നിങ്ങളത് ചെയ്താൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാകും എന്ന ഒരു വാണിംഗ് ആണ് ഇവിടെ ഒരു പിതാവ് തൻ്റെ മകനോട് അല്ലെങ്കിൽ മകളോട് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരോട് പറയുന്നത്. കാരണം അവരുമായിട്ടുള്ള സൗഹൃദം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സഖ്യത ഇത് ഈ ദൈവമക്കളുടെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തെ സ്വാധീനിക്കുമെന്നും അവർ പാപത്തിലോട്ട് വീഴുമെന്നും ദൈവത്തെ മറക്കാൻ ഇടവരുമെന്നും ദൈവത്തിന് നന്നായിട്ട് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരു അവരുടെ ദേവന്മാരെ വിളിക്കരുത് എന്ന് പറഞ്ഞൊരു റിലീജിയസ് പ്രോബ്ലമായിട്ടല്ല നമ്മളവിടെ കാണേണ്ടത്. മറിച്ച് സ്തോത്രം അവിടെ അകത്തെ ആത്മീയ മനുഷ്യൻ മരിച്ചു പോകത്തക്ക നിലവാരത്തിലുള്ള ഒരു പിന്മാറ്റത്തിലോട്ട് അവരെ കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റേതായിരിക്കെ, നിങ്ങൾ എനിക്കുള്ളതായിരിക്കെ മറ്റ് ഒരു ആരാധനയിലോട്ട് അല്ലെങ്കിൽ മറ്റൊരു ആത്മീയ ഉടമ്പടിയിലോട്ട് നിങ്ങൾ പോകുന്നത് ശരിയല്ല. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ദൈവാത്മാവ് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, അവരുടെ ദൈവങ്ങൾ, അതായത് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, അവരുണ്ടാക്കി വെച്ച വാർത്തു വെച്ച വിഗ്രഹങ്ങൾ, ബാലിൻ്റെയും അശേരയുടെ പ്രതിഷ്ഠകൾ, മേലക്ക് അങ്ങനെ പോലുള്ള പ്രതിഷ്ഠകൾ, അതിനെയാണ് ഇവിടെ കർത്താവ് എംഫസൈസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കനാൻ ദേശത്തെ ജനങ്ങൾ അവരാരാധിച്ചിരുന്ന ആ ഒരു ആരാധനാ രീതിയിലോട്ടോ ഉടമ്പടിയിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ചേരാൻ പോകരുത്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിൻ്റെ ആരാധന മറ്റൊന്നിലോട്ടും പോകുവാൻ നമുക്ക് നോക്കിക്കേ, ആദ്യം മുതലേ കർത്താവ് ഇടപെടുന്ന കാര്യമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന നമ്മൾ ദൈവത്തിന് മാത്രം കൊടുക്കണം. അതുമായിട്ട് യാതൊരു കോംപ്രമൈസ് ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ദൈവത്തിന് കൊടുക്കേണ്ട സമയം, സ്തോത്രം, അത് നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ അതിൻ്റെ എല്ലാം പിന്നിൽ എന്തെങ്കിലുമൊക്കെ കണികൾ അത് മറഞ്ഞിരിക്കുന്നുണ്ടാകും. സ്തോത്രം. ഈ ദിവസങ്ങൾ നമ്മുടെ ആത്മീയ കണ്ണുകളെ തുറക്കട്ടെ. സ്തോത്രം. നമ്മുടെ ആരാധന നമ്മുടെ കർത്താവിന് മാത്രമായിരിക്കട്ടെ. സ്തോത്രം. നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത്, സ്തോത്രം, ഇസ്രായേൽ മക്കളെ അവിടെ കാണുന്നൊരൊറ്റ കാര്യം, അവർ അന്യദേവന്മാരെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ സേവിക്കാൻ പോകരുതെന്ന കർത്താവ്. അതായത് വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വിഗ്രഹങ്ങളാണ് ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യക്ഷത്തിൽ കാണുന്ന ലിറ്ററലി നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു വസ്തുവിനെ നമുക്ക് വിഗ്രഹമായിട്ട്, ഹല്ലേലൂയ, അതിനെ മാത്രമല്ല കാണുന്നത്, ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ എന്തിനെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ, എന്തിനെങ്കിലും പ്രയോറിറ്റിയോ സ്ഥാനമോ കൊടുത്ത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് പൊളിയണം. ബിക്കോസ് അതൊരു കെണിയാണ്. അത് നമ്മുടെ ഹൃദയത്തെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ അവരുമായിട്ട് ബന്ധത്തിൽ അതുമായിട്ട് നമ്മുടെ സമയം കൊടുക്കുന്നു, നമ്മുടെ പ്രയോറിറ്റീസ് കൊടുക്കുന്നു, നമ്മുടെ ഇഷ്ടങ്ങൾ കൊടുക്കുന്നു. പതുക്കെ പതുക്കെ നമ്മളതൊരു കോംപ്രമൈസ് ആകുന്നു. പിന്നീട് എന്താ സംഭവിക്കുക, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത് നമ്മളെ പാപത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു. സ്തോത്രം. നമ്മളെ കീഴ്പ്പെടുത്തുക എന്നതിന് പാപം വരുന്നു. മറ്റൊന്നുമില്ല, നമ്മളെ വിഴുങ്ങിക്കളയാനാണ് പാപം വരുന്നത്. ഹല്ലേലൂയ. നമ്മൾക്ക് എത്ര നീരാളി പോലെ നമ്മളത് ചുറ്റിക്കളയും. സ്തോത്രം. നമ്മുടെ വിഴുങ്ങിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് നമ്മൾ ഒരു സഖ്യതയ്ക്ക് പോകരുത്. പതുക്കെ പതുക്കെ അത് വന്ന് നമ്മുടെ ഹൃദയത്തെ കവരും. ഹല്ലേലൂയ. ഹൃദയം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ, ഒന്നുമില്ല. സ്തോത്രം. നമ്മുടെ മനസ്സിനോടെ നിൽക്കാൻ കഴിയത്തില്ല. പയ്യെ പയ്യെ നമ്മൾ അവരുടെ പാതയിലോട്ട് അതിലോട്ട് ഫുള്ളി നമ്മൾ കീഴ്പ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ദൈവം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട്. സ്തോത്രം. ഉടമ്പടി എന്ന് പറയുമ്പോൾ 2 വാക്കുകൾ നമ്മൾ പഠിച്ചു. ഹല്ലേലൂയ. ബെരീത്ത് ആൻഡ് ദയാദെക്കെ 2 വാക്കുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞു വന്നത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചല്ല കർത്താവ് ഇവിടെ പറയുന്നത്. അതിനപ്പുറമായ ഒരു വലിയ സീരിയസ്
നൈസായ ഉടമ്പടി. സ്തോത്രം. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു ഉടമ്പടിയാണ്. സ്തോത്രം. ഹാലിൽ അതിനെ തകർക്കണമെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അവരുടെ ദേവന്മാരുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആത്മീയ സംവിധാനങ്ങളുമായിട്ട് ഹാലേലൂയ നമ്മുടെ ആത്മീയത്തെ തകർക്കുന്ന എന്ന് പറയുമ്പോൾ അവരുടെ ആത്മീയ സംവിധാനത്തോട് നമ്മൾ ചേരുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ സംവിധാനത്തെ എന്തോ കുറവുള്ളത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാതെ വരുമ്പോഴാണ് നമ്മൾ അവരുമായിട്ട് ചേരാൻ പോകുന്നത്. സ്തോത്രം. അത് നമ്മെ ഒത്തിരി ബാധിക്കാനിടയായിത്തീരും. നമ്മുടെ റിലേഷൻഷിപ്പിനെ ഫസ്റ്റ് ഓഫ് ഓൾ അത് ബാധിക്കും. നമ്മുടെ ഹാർട്ടിനെ അത് ബാധിക്കും. ഹാലിൽ ഹൃദയമില്ലാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. ഹൃദയം കൊടുക്കുന്നത് ആരാധന എന്ന് പറയും. നമ്മുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹൃദയത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന ഉപരി കർത്താവെ ഇതാ എൻ്റെ ഹൃദയം, ഇതാ അങ്ങ് എടുക്കുക കർത്താവ് എന്നുള്ള രീതി നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് പകരുന്നതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് അത് മാത്രം. അതുകൊണ്ട് ഈ ബന്ധങ്ങളിൽ പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ സംഭവിക്കുന്നത് നമ്മളെ സ്വാധീനിക്കും. രണ്ട്, നമ്മുടെ ഹൃദയത്തെ കവരാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ആരാധനയെ കവർന്നെടുക്കും. സ്തോത്രം. നമ്മുടെ ആരാധന നഷ്ടപ്പെട്ടു പോകും. ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെടും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോടുള്ള നമ്മുടെ ആശ്രയം നഷ്ടപ്പെടും. നമ്മുടെ ആശ്രയം മറ്റു പലതിലോട്ടുമാകും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ സഹായിക്കാൻ കഴിയാത്ത മറ്റു പലതിലോട്ട് നമ്മുടെ ആശ്രയം പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ. ആവർത്തന പുസ്തകത്തിൽ 7-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം. അവിടെ വായിക്കാൻ സമയമില്ലാതെ ജസ്റ്റ് പറഞ്ഞു പോവുക. അവിടെ പറയുന്നുണ്ട്, അവൻ നിന്റെ മകനെ എന്നെ വിട്ടുമാറാക്കി അന്യദൈവന്മാരെ സേവിപ്പാനിടയാക്കും. സ്തോത്രം. ഇങ്ങനെയുള്ള ബന്ധങ്ങളിലോട്ട് നാം ചെല്ലുമ്പോൾ നമ്മുടെ ദിശ മാറിപ്പോകും. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം മാറിപ്പോകും. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ആ ചെറിയ രീതിയിലൊക്കെ തുടങ്ങുന്നതായിരിക്കാം, പക്ഷേ അത് നമ്മുടെ വലിയ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കളയാൻ ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസികളല്ലാത്ത ആരുമായിട്ട് സഹകരിക്കരുതെന്നോ മിണ്ടരുതെന്നോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. പക്ഷേ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്കിതൊക്കെയായിട്ട് സഹകരിച്ചും ബന്ധപ്പെട്ടും ഒക്കെ പോകാൻ പാടുള്ളൂ. പക്ഷേ ഹല്ലേലൂയ നാം എല്ലാവരോടും സ്നേഹത്തോടെ നിൽക്കുമ്പോൾ തന്നെ നാം ആയിരിക്കുന്ന ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ആരാധനയിൽ നമ്മുടെ ഉടമ്പടിയെ തെറ്റിക്കുന്ന ഒന്നിലോട്ട് നമ്മൾ പോകാൻ ഇടവരുത്തരുത്. ഹല്ലേലൂയ. സ്തോത്രം. മറ്റുള്ളവരോട് ഹല്ലേലൂയ അന്യമതസ്ഥരോട് അല്ലെങ്കിൽ നാം ആ ഒരു ടെറിട്ടറി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ സ്നേഹം നാം അവരോട് പങ്കിടണം. സുവിശേഷത്തെ നാം അവരോട് പങ്കിടണം. സ്തോത്രം. എന്നാൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആരാധനയും നമ്മുടെ സമർപ്പണവും നമ്മുടെ കർത്താവിന് മാത്രമായിരിക്കണം. സ്തോത്രം. ഈ പകൽക്കാലം ഹല്ലേലൂയ ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തുമ്പോൾ സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ. സ്തോത്രം. നമ്മൾ ഹൃദയത്തോട് നമ്മൾ ചോദിക്കുക, കർത്താവേ ഞാൻ ആരുടേതാണ്? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആരുടേതാണ്? സ്തോത്രം. കർത്താവ് പറയുന്നത് നിങ്ങൾ എൻ്റെ ജനം. സ്തോത്രം. നമ്മെ നോക്കിയിട്ട് പരിശുദ്ധാത്മാ പറയുന്നതാ എൻ്റെ ജനം. സ്തോത്രം. കർത്താവ് എപ്പോഴും പഴയ നിയമത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ജനത്തെ കർത്താവ് അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ ജനം. എൻ്റെ ജനമേ, എൻ്റെ ജനം. സ്തോത്രം. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ വകയാണ്. സ്തോത്രം. 1 കൊരിന്ത്യർ 6-19-20 വാക്യങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതല്ല. സ്തോത്രം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പറഞ്ഞു രക്തത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു. സ്തോത്രം. ദൂരസ്ഥരായിരിക്കുന്ന നമ്മെ ക്രിസ്തുവിൻ്റെ രക്തത്താലും വചനത്താലും വീണ്ടെടുത്തൊരു ദൈവം. അപ്പോൾ നമ്മൾ നമ്മളുടേതല്ല. സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ വകയാണ്. വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. സ്തോത്രം. വിലയ്ക്ക് വാങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഫുൾ കർത്തൃത്വം നമ്മുടെ ജീവിതത്തിനെക്കുറിച്ച് ഫുൾ പേർപ്പസ് ഉള്ള ഒരാൾ നമുക്കുണ്ട്. ആ ആളുടെ പദ്ധതിയും ആൾ പറയുന്ന അനുസരിച്ച് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. സ്തോത്രം. ഞാൻ യേശുവിൻ്റെ വകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ യേശുവിൻ്റെ ആണെന്ന് വിചാരിച്ചതുകൊണ്ട് മറ്റാരെയും ഞാൻ വെറുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരെയും താഴ്ത്തി കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം എല്ലാവരും കർത്താവിൻ്റെ മക്കളാണ്. പക്ഷേ നമ്മുടെ ആരാധനയിൽ നാം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് കാണണം. നമ്മെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയെ ഹല്ലേലൂയ അതുപോലും അല്ലെങ്കിൽ അതിനപ്പുറമായിട്ട് സ്നേഹിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. നമ്മുടെ ആശ്രയം കർത്താവിൽ മാത്രമായിരിക്കട്ടെ. എൻ്റെ കവനൻ്റ് എന്ന് പറയുന്നത് പുതിയ നിയമ ഉടമ്പടിയാകുന്ന ക്രിസ്തുവുമായിട്ട് മാത്രമാണ്. സ്തോത്രം. എൻ്റെ കർത്താവ് ഹല്ലേലൂയ എൻ്റെ യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം. ആ ഒരു വിശ്വാസത്തിലോട്ട് നമ്മളുടെ ശ്രദ്ധയെ മാറട്ടെ. അതിനപ്പുറമായതെല്ലാം ഹല്ലേലൂയ തന്ത്രങ്ങളെ പിശാച് കൊണ്ടുവരുന്ന ആരാധനയുടെ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ആരാധനയുടെ ഉറവിടങ്ങളെ കണ്ടുപിടിച്ച് അതിനെ തകർത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളോടെ നിർത്തുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ വരും ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നമുക്ക് ശ്രവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.